നമസ്കാരം, വന്ദനം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയും കുട്ടികളും എന്നതാണ്. കൃഷി പുതുതലമുറയിൽ നിന്ന് അന്യമാകുന്ന പദം. അന്നമില്ലെങ്കിൽ ജീവനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ അന്നം കൃഷിയിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് എത്ര കുട്ടികൾക്കറിയാം? ഒരു കാലത്ത് കുട്ടികളുടെ കളിസ്ഥലം വയലുകളും തോട്ടങ്ങളുമായിരുന്നു. ഇന്ന് അവ മൊബൈൽ ഫോണിന്റെയും വീഡിയോ ഗെയിമിന്റെയും ലോകമായി മാറിയിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കൃഷിയും കുട്ടികളും എന്ന വിഷയം പ്രസക്തമാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആരോഗ്യമുള്ള ജനത. നല്ല ഭക്ഷണം ആരോഗ്യസമ്പന്നമായ ജനതയെ വാർത്തെടുക്കുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ കൃഷി ചെയ്യുക തന്നെ വേണം. കൃഷി വെറും ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു സംസ്കാരവും പാരമ്പര്യവും ജീവിതശൈലിയുമാണ്. പണ്ടുകാലത്ത് അച്ഛനമ്മമാരോടൊപ്പം കുട്ടികളും കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. വിത്തിടലും നനയ്ക്കലും വിളവെടുക്കലും അവരുടെ വിനോദമായിരുന്നു. അതിലൂടെ അവർ പ്രകൃതിയെ സ്നേഹിക്കുകയും അന്നത്തിന്റെ വില മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഭക്ഷണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഒരു ഉൽപ്പന്നമായി മാത്രം കാണുന്നു. പച്ചക്കറികൾ എവിടെയുണ്ടാകുന്നു, അരി എങ്ങനെയുണ്ടാകുന്നു, കർഷകൻ എത്രമാത്രം അധ്വാനിക്കുന്നു, ഇതെല്ലാം പല കുട്ടികൾക്കും പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നത്? നഗരവൽക്കരണവും സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റവും കൃഷി പഠനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതും ഇതിനു കാരണങ്ങളാണ്. ഓരോ കുട്ടിയുടെയും വളർച്ചയിൽ കൃഷിക്ക് ഏറെ പങ്കുണ്ട്. കൃഷിയിലൂടെ അച്ചടക്കം, ക്ഷമ, പ്രകൃതി സ്നേഹം എന്നു തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികൾ നേടുന്നു. ഇത് അവരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറ്റുന്നു. കൃഷിയെ സ്നേഹിക്കുന്ന കുട്ടികളാണ് നാളത്തെ നാടിന്റെ കരുത്ത്. അതിനാൽ അവർക്ക് കൃഷിയെ പറ്റിയുള്ള അറിവ് നൽകുക എന്നത് വളരെ പ്രധാനമാണ്. പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള കൃഷി പരിശീലനം നൽകണം. കൂട്ടുകാരെ, പ്രശസ്ത കവയത്രി സുഗതകുമാരി അമ്മയുടെ ഒരു തൈ നടാം എന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഈ വരികൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ കുട്ടികൾക്ക് കഴിയും. അതിലൂടെ രാജ്യത്തിന്റെ കാവൽക്കാരാവാം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.